ഇപ്പോൾ യുവമോർച്ചയുടെ മാർച്ച് നടക്കുകയാണ്. സെക്രട്ടേറിയറ്റിലേക്കാണ് യുവമോർച്ചയുടെ പ്രതിഷേധം. സ്വർണ്ണപ്പാളി വിവാദത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച പ്രതിഷേധം തുടങ്ങിയിരിക്കുന്ന ദൃശ്യങ്ങളാണ്. വലിയ പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധം സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം നീങ്ങിയാണ്. രാജിവെച്ചു പുറത്തു പോകൂ എന്നാണ് യുവമോർച്ച പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. ടി വി പ്രസാദുണ്ട്. പ്രസാദ്, ഇപ്പോൾ കോൺഗ്രസ് ഇതിനകം തെരുവിൽ പ്രതിഷേധങ്ങൾ നടത്തുകയാണ്. BJPയുടെ പ്രതിഷേധങ്ങളും പല ഘട്ടങ്ങളായി കണ്ടു. ഇപ്പോൾ യുവമോർച്ച സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വലിയ പ്രതിഷേധമായി എത്തുന്നു. സംഘർഷ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുണ്ടോ? സ്മൃതി, വലിയ ശക്തമായ പ്രതിഷേധമാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ആസൂത്രണം ചെയ്ത്. അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സമര ഗേറ്റിൽ നിന്ന്, നോർത്ത് ഗേറ്റിൽ നിന്ന് പ്രകടനം നേരെ സൗത്ത് ഗേറ്റ് വരെ പോയി മടങ്ങി വന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നീങ്ങാനാണ് ഇവർ ആലോചിക്കുന്നത്. ഒരു വലിയ സംഘർഷം പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കനത്ത പോലീസ് ബന്ദോബസ്തും ഏർപ്പെടുത്തിയിരിക്കുന്നത്. പോലീസിന്റെ ശക്തമായ സന്നാഹം ഇവിടെ കാണാം. 2 ജലപീരങ്കിയുണ്ട്. നേരത്തെ തന്നെ തയ്യാറായി നിൽക്കുന്ന നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിന്റെ പല ഭാഗങ്ങളിലായി ഉണ്ട്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ തവണ ജില്ലയിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷേധം എന്ന് പറയുന്നത് BJPയുടെ പ്രതിഷേധമായി ക്ലിഫ് ഹൗസിലേക്കുള്ള മാർച്ചായിരുന്നു. ആ മാർച്ചിൽ വേണ്ടത്ര വാർത്താ പ്രാധാന്യം കിട്ടിയില്ല എന്നൊരു വിമർശനം നേതാക്കൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് BJP നടത്തിയ മാർച്ചിൽ വലിയ തോതിലുള്ള സംഘർഷമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇതിപ്പോൾ സംസ്ഥാനം തന്നെ കേന്ദ്രീകരിച്ച് പല ജില്ലകളിൽ നിന്നും നിരവധി പ്രവർത്തകർ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന സ്ഥിതിയുണ്ടായി. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പ്രതിഷേധം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരാണ് പല ഭാഗങ്ങളിലായി ഇവിടെ അണിനിരന്നിരിക്കുന്നത്. മാത്രമല്ല, വലിയ ഒരു സംഘർഷം പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് അങ്ങനെയാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയോളം ആളുകൾ വന്നാലും അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം പോലീസും ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ബാരിക്കേഡ് മറിച്ചിടലും പോലീസിനെതിരായ ഒരു നീക്കവും പോലീസ് മുന്നിൽ കാണുന്നു എന്നുള്ളതാണ്. കാരണം സ്വർണ്ണമോഷണ വിഷയത്തിലുള്ള വലിയ പ്രതിഷേധം വരും ദിവസങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് യുവമോർച്ചയുടെയും ഒപ്പം BJPയുടെയും എല്ലാം തീരുമാനം. ആ തീരുമാനത്തിന്റെ ഭാഗമായി കൂടിയാണ് ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇവർ നീങ്ങുന്നത്. സൗത്ത് ഗേറ്റിൽ നിന്ന് തിരിഞ്ഞ് മാർച്ചിന്റെ മുൻനിര സെക്രട്ടേറിയറ്റ് ലക്ഷ്യമാക്കി മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. ആ ശക്തമായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി BJPയുടെ ഭാഗമായും യുവമോർച്ചയുടെ ഭാഗമായും ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായാണ് തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ ശക്തമായ ഒരു മാർച്ച് എന്ന നിലയിൽ യുവമോർച്ച ഇത് ആസൂത്രണം ചെയ്യുന്നത്. വിവിധ ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ മാർച്ചിൽ അണിനിരക്കുന്നത്. ഇവിടെ ഈ മാർച്ചിന്റെ ഭാഗമായി BJPയുടെ നേതാക്കളും നേരത്തെ തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുമുണ്ട്. അതായത് ഒരു സംഘർഷം മുന്നിൽ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് യുവമോർച്ച നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. സൗത്ത് ഗേറ്റിൽ നിന്ന് ഇവിടെ ഈ നേരത്തെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങി പിണറായി വിജയനെതിരെയും LDF സർക്കാരിനെതിരെയും CPMനെതിരെയും എല്ലാം അതിരൂക്ഷമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു യുവമോർച്ച പ്രവർത്തകർ നോർത്ത് ഗേറ്റിന് സമീപത്തേക്ക് എത്തിയത്. സാധാരണ നോർത്ത് ഗേറ്റിനെത്തുന്ന പ്രവർത്തകർ നേരിട്ട് സെക്രട്ടേറിയറ്റിനടുത്ത് സ്ഥാപിച്ച ബാരിക്കേഡിന് മുന്നിലേക്ക് നീങ്ങുകയാണ് പതിവെങ്കിൽ ഇത് നേരെ സൗത്ത് ഗേറ്റിലേക്ക് പോയി അവിടെ നിന്ന് സംഘടിത
സംഘടിതമായി ഈ നോർത്ത് ഗേറ്റിലേക്ക്, നമ്മൾ സമര ഗേറ്റ് എന്നറിയപ്പെടുന്ന ഈ നോർത്ത് ഗേറ്റിലേക്ക് വരാനാണ് ആലോചിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ സെക്രട്ടേറിയറ്റിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കാനുള്ള പോലീസ് സംവിധാനവും ഇവിടെയുണ്ട്. സാധാരണ നമ്മൾ നേരത്തെ യൂത്ത് കോൺഗ്രസ് മാർച്ചിലൊക്കെ നമ്മൾ കണ്ടതാണ് സെക്രട്ടേറിയറ്റിനകത്തേക്ക് ചാടിക്കടക്കാനുള്ള ശ്രമം. അങ്ങനെയുണ്ടെങ്കിൽ അതിനെ തടയാനുള്ള തയ്യാറെടുപ്പ് പോലീസ് നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ജലപീരങ്കിയിൽ നിന്നില്ലെങ്കിൽ ടിയർ ഗ്യാസ് അതുപോലെ മറ്റ് ഗ്രനേഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രയോഗിക്കുന്നതിനുള്ള മുന്നൊരുക്കവും നേരത്തെ തന്നെ പോലീസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഏതാനും നിമിഷത്തിനകം തന്നെ ഈ മാർച്ച് ഇനിയിപ്പോൾ ആ സമര ഗേറ്റിലേക്ക് നീങ്ങും. വലിയ ജനക്കൂട്ടമുണ്ട്.